നീ കൂടെ കൂടെ അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ടല്ലോ. അവൾ നിന്റെ ആരാ? ശരി, എനിക്കത് നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. എന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ ശരിയാകില്ല കാശി. ഞാൻ നിന്റെ ഭാര്യയാകാൻ പോകുന്നവളാ. അത് നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ അശ്വതി? എന്റെ സമ്മതമൊന്നും വേണം. നീ സമ്മതിച്ചത് കൊണ്ടല്ലേ നമ്മുടെ കല്യാണം വരെ തീരുമാനിച്ചത്. സോറി അശ്വതി. എന്തിന്? ഈ കാശിയുടെ കല്യാണം നേരത്തെ കഴിഞ്ഞതാ. എന്താ നീ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലേ? ഈ കാശിയുടെ കല്യാണം നേരത്തെ കഴിഞ്ഞതാ. എന്റെ ഭാര്യ ആരാന്നറിയണ്ടേ? അത് വൃന്ദയാ. ഓ, ഇപ്പോ മനസ്സിലായി. നിന്റെ കൂടെ അവള് കിടന്നു കാണുമല്ലേ? അതുകൊണ്ടായിരിക്കും നീ അവളെ കെട്ടി കൂടെ പൊറപ്പിക്കുന്നത്. നിർത്തടി, നീയൊക്കെ കുറെ ആണ്ട കൂടെ കിടന്നത് കൊടുത്തത് പോലെ അല്ല ഇത് കേട്ടോ. എന്റെ വൃന്ദ അതേപോലെയൊന്നും അല്ല. ഇനി നീ എന്റെ വൃന്ദയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ ഇപ്പൊ കാണുന്ന കാശി ആയിരിക്കില്ല പിന്നെ നീ കാണുന്നത്, കേട്ടല്ലോ. അമ്മേ, കാശി എന്നെ അടിച്ചു. അവക്ക് വേണ്ടി, ആ ഇങ്ങോട്ടക്കാരിക്ക് വേണ്ടി എന്നെ അടിച്ചു അമ്മേ. അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അമ്മ ഇതെന്തൊക്കെയാ പറയുന്നേ? മോളെ അച്ചു, കാശിയുടെ മനസ്സിൽ ഒറ്റ പെണ്ണേ ഉള്ളൂ. അത് വൃന്ദയാണ്. അവന്റെ മാത്രം പെണ്ണ ആ വൃന്ദ. അവന്റെ ഭാര്യയാ വൃന്ദ. ഇത് ഞാൻ വിശ്വസിക്കില്ല. എന്തൊക്കെയാ അമ്മയെ പറയുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ പറഞ്ഞു തരാം. നീ ഇത് എവിടെയായിരുന്നു വൃന്ദ? എന്ത് ചെയ്യാനാ കാശിയേട്ടാ, വീട്ടിൽ നിന്നൊക്കെ വിടണ്ടേ? എന്റെ രണ്ടാനമ്മ ഇപ്പോഴും നിന്നെ ഉപദ്രവിക്കാറുണ്ടോ? ഇല്ല കാശിയേട്ടാ. വൃന്ദ, എന്നോട് കള്ളം പറയരുത്, സത്യം പറയടി. കാശിയേട്ടാ, അവരെന്നെ ഒരുപാട് ഉപദ്രവിച്ചു ഏട്ടാ. എന്നെ കൊല്ലുമെന്നൊക്കെ പറഞ്ഞു. അത് മാത്രമല്ല കാശിയേട്ടാ, എന്റെ കല്യാണം കൂടെ അവർ ഉറപ്പിച്ചു. നിന്റെ കല്യാണം ഉറപ്പിച്ചോ? ആരുടെ കൂടെ? അത് ഒരു 50 വയസ്സുകാരന്റെ കൂടെയായിട്ടാ എന്റെ കല്യാണം ഉറപ്പിച്ചേ. നീ വിഷമിക്കണ്ട, എന്റെ കൂടെ നീ വാ. എങ്ങോട്ടാ ഏട്ടാ? പറയാം, നീ വാ ആദ്യം. ശരി, ഞാൻ വരാം. നമ്മളെന്തിനാ ഇങ്ങോട്ട് വന്നത് ഏട്ടാ? അത് പറയാം വൃന്ദ. ശരി ഏട്ടാ. ഈ നിൽക്കുന്ന ദൈവത്തെ സാക്ഷി നിർത്തി ഈ കാശി ഭൈരവൻ ഈ നിൽക്കുന്ന വൃന്ദയെ താലി കെട്ടാൻ പോവുകയാണ്. നിനക്ക് സമ്മതമാണോ വൃന്ദ? കാശിയേട്ടാ, അത് പിന്നെ സമ്മതമാണോ അല്ലയോ? എനിക്ക് പൂർണ്ണ സമ്മതമാണ്. ഈ നിൽക്കുന്ന കാശി ഭൈരവന്റെ ഭാര്യയാകാൻ എനിക്ക് പൂർണ്ണ സമ്മതമാണ്. വൃന്ദ, നീ ഇതെവിടെയാ? ഞാൻ ഇവിടെയുണ്ട്. നീ എന്താ റെഡി ആകുന്നില്ലേ? ഞാൻ എന്തിനു റെഡിയാകണം? നിന്റെ കല്യാണല്ലേ ഇന്ന്? ആരുടെ കല്യാണം? എന്റെ കല്യാണമോ? എന്റെ കല്യാണമൊക്കെ നേരത്തെ കഴിഞ്ഞതാ. എന്താടി നീ പറയുന്നേ? ആരാടി നിന്റെ കഴിച്ച് താലി കിട്ടിയത്? ദേ വരുന്ന ആ മനുഷ്യനോട് ചോദിക്കും. കാശി? അതെ, കാശി തന്നെയാ. ഈ നിൽക്കുന്ന വൃന്ദ ഇപ്പോൾ കാശിക്കുള്ളതാ. ഇനി ഇവളെ ഉപദ്രവിക്കാൻ നോക്കിയാലുണ്ടല്ലോ, കാശിയുടെ തനി കൊണ നിങ്ങൾ കാണും. വാ വൃന്ദ, പോകാം. അപ്പോ എനിക്കിനി കാശിയെ കിട്ടില്ല? ഒരിക്കലും കിട്ടില്ല മോളെ. വൃന്ദ, എന്താ കാശിയേട്ടാ? നീ എന്താ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നേ? അതെനിക്കൊരു കാര്യം പറയാനുണ്ട്. ആരോട്? എന്റെ കെട്ടിയവന്റെ അടുത്ത്, തലവാരോടെ. എന്താ കാര്യം പറ. എത്ര കാലം എന്നായിട്ടാ നമ്മൾ രണ്ടുപേരും മാത്രം? നമ്മളുടെ ഇടയിൽ ഒരാൾ വേണ്ടേ? വേണം, പക്ഷേ നീ മനസ്സ് വെച്ചാ നമുക്ക് ഒന്ന് നോക്കാം. നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനും കാശിയേട്ടനും അച്ഛനും അമ്മയാകാൻ പോകാം. എന്താ ശരിക്കും? അതെ കാശിയേട്ടാ, 4 മാസമായി. ഞാൻ പോലും അത് അറിഞ്ഞില്ല. ഓ എന്റെ ദൈവമേ. நெஞ்சுக்குள்ளே மழையடிக்கும்